മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും പരിചിതനായിട്ടുള്ള ശിലാ സന്തോഷേൻ്റെ വീട്ടിലാണ്. അപ്പോൾ സന്തോഷേൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമ്മളിവിടെ കാണിച്ചു തരാറുണ്ട് കേട്ടോ. ഞാൻ ചില കാര്യങ്ങളൊക്കെ ആദ്യമേ പുള്ളി കാണിച്ചു കണ്ടിട്ട് അത്ഭുതപ്പെട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി സംഭവം കാണാനുണ്ട്. പിന്നെ പുള്ളിക്ക് കിട്ടിയ അവാർഡ് അത് തന്നെ കണ്ടോ, എൻ്റെ പുറയിൽ നിരന്നിരിക്കും, വെക്കാൻ സ്ഥലമില്ലായിരിക്കും എല്ലാം സന്തോഷം. അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടിയിലോട്ട് അപ്പോൾ സന്തോഷേൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടുത്തെ കലാവിരുതുകളും നമ്മുടെ മ്യൂസിയത്തിൽ ഒത്തിരി സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പം സന്തോഷേട്ടനിലേക്ക് തന്നെ പോവാം. ഞാൻ അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് സന്തോഷേട്ടനിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഒത്തിരി ആയുർവേദ മരുന്നുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാനുണ്ട്. ഒത്തിരി അസുഖങ്ങൾ മാറ്റുന്ന മരുന്നുകളും കാര്യങ്ങളും ഒക്കെ കാണാനുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആ തമ്പൊന്ന് ക്ലിക്ക് ചെയ്യുകയും വിലയേറിയ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ തരികയും ചെയ്യണേ. അപ്പം നമുക്ക് ഇവരുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടുത്തെ ഒത്തിരി കാര്യങ്ങളെല്ലാം കാണാനും പറയാനും ഒക്കെ ഉണ്ട്. അപ്പം ഇതിന് ചേട്ടാ നമുക്കാണെങ്കിൽ ഈ ഇതിന്റെ അതായത് ആയുർവേദമായിട്ടുള്ള ഈ ഫുഡ് നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ അരി വെളുപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു. ഒരു നേരം ഒന്നും കഴിച്ചാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ 3 നേരവും നമ്മൾ മലയാളികൾ വെള്ള ചോറ് കഴിക്കാൻ തുടങ്ങി. അത് ഒത്തിരി പ്രശ്നമാണ്. മൈദ അങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോഴാണ് ഗോതമ്പിലേക്ക് മാറി. ഗോതമ്പും 5% വ്യത്യാസമാണെന്ന് പിന്നെ മനസ്സിലാക്കി. അപ്പം മില്ലറ്റിലേക്ക് മാറി. ഇപ്പം നമ്മുടെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും മില്ലറ്റിൻ്റെ ഭയങ്കരമായിട്ടുള്ള പ്രൊമോഷനുണ്ട്. എന്ന് പറഞ്ഞാൽ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം നമ്മുടെ ഇന്ത്യയിലാണ്. ആന്ധ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മില്ലറ്റാണ് നമുക്ക് ഇവിടുന്ന് കയറി പോകുന്നത്. അപ്പം എല്ലാവർക്കും മില്ലറ്റിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം മില്ലറ്റിന് എത്ര വലിയ ഗുണമുണ്ടെന്നും ഫൈബർ കണ്ടത് ഏറ്റവും കൂടുതലായിട്ടുള്ളൊരു സാധനമാണ് മില്ലറ്റ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാണ് നമ്മൾ കുറച്ച് വർഷമായിട്ട് ഒരു 41 ധാന്യങ്ങളുള്ള നമ്മുടെ ഒരു പ്രോഡക്റ്റാണിത്. ഇതിനകത്ത് കൃത്യമായിട്ട് എല്ലാം എഴുതിയിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ പേപ്പറെല്ലാം ഇവിടെ വന്നാൽ കാണിച്ചു തരാം. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്തതല്ലേ, നമുക്ക് അയൺ കണ്ടന്റ് എത്ര ഉണ്ട്, പ്രോട്ടീൻ എത്ര ഉണ്ട്, കൊളസ്ട്രോൾ എത്ര, എല്ലാ കൊളസ്ട്രോളിന് നല്ലതാണ്, എല്ലാത്തിനും ഉള്ള പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിപ്പോൾ പല സ്ഥലത്തേക്കും ഇത് അയക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ ഷുഗർ കാലായാലും ഇപ്പോൾ ഷുഗറും കൊളസ്ട്രോളൊക്കെ ഒരു ദിവസം 2 ദിവസം കൊണ്ട് വരുന്നില്ല. നമ്മുടെ ആഹാരത്തിൻ്റെ കുഴപ്പം കൊണ്ട് വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള രീതിയിലുള്ള ആഹാരം കൊണ്ടാണ് നമുക്ക് വരുന്നത് ജീവിതശൈലി രോഗങ്ങൾ അതൊക്കെ. അപ്പം അതിൽ ഏറ്റവും പ്രധാനമായിട്ടാണ് ഷുഗർ ഇല്ലാത്തവർക്ക് എന്ന് പറഞ്ഞാൽ ഷുഗർ പെട്ടെന്ന് വരത്തില്ല. കാരണം ഇതിന് ഫൈബർ നല്ലതായിട്ടുണ്ട്. അതുപോലെ കൊളസ്ട്രോളും വലുതായിട്ട് വരത്തില്ല. PCOD ഏറ്റവും വലിയ പ്രശ്നമാണ് സ്ത്രീകൾക്ക്. PCOD അതിനൊക്കെ ഏറ്റവും നല്ലതാണ്. വണ്ണം കുറയാനും വയറ് കുറയാനും നമ്മുടെ എനർജി ആവാൻ ദഹനം കറക്റ്റ് ആവാൻ നമ്മുടെ ബാത്റൂം പ്രശ്നങ്ങളൊക്കെ നല്ല ഉറക്കം കിട്ടാനും ഒക്കെ ഇത് നല്ലതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഷുഗർ ഉള്ളവർക്ക് നല്ലതായിട്ട് ഷുഗർ കുറയും. കൊളസ്ട്രോളും അതുപോലെ തന്നെ നല്ല വ്യത്യാസമാണ്. PCODക്കാർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. ഇത് ഉപയോഗിക്കുന്ന രീതി 1.5 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ഇട്ട് ചൂടാക്കി കുറുക്കി കഴിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ ഒരു നേരത്തെ ആഹാരമായിട്ടാണ് ഇത് പാവപ്പെട്ടവർക്കും കഴിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു 30 തൊട്ട് 36 ദിവസം വരെ ഒരു നേരം കഴിക്കുന്നവർക്ക് ഇത് ഓക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഇതിന് 20 രൂപ താഴെ റേറ്റ് വരത്തുള്ളൂ ഒരു നേരത്തേക്ക്. അപ്പം ആ രീതിയിൽ നമുക്ക് കഴിക്കാം. പിന്നെ പാൽ ഉപയോഗിക്കുന്നവർക്ക് 3/4 ഗ്ലാസ് പാലും 3/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കുറുക്കിയിട്ടും കഴിക്കാം. ഇത് വേവിച്ച് കുറുക്കി തന്നെ കഴിക്കണം. 41 ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ 24 മില്ലറ്റുകളാണ്. പയറ്, മുതിര, കടലയെല്ലാം മുളപ്പിച്ച, ചിയ സീഡ്, ബ്ലാക്ക് സീഡ്, രക്തശാലി അരി, ബ്ലാക്ക് റൈസ് അരി, ഞവര അരി, രാജമുടി അരി, അങ്ങനെ കുറേ അരികൾ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കപ്പലണ്ടിയുണ്ട്, അതുപോലെ അണ്ടിപ്പരിപ്പുണ്ട്, പിസ്തയുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് ശരീരത്തിൽ വേണ്ട എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ഒത്തിരി അസുഖത്തിന് നല്ലതാണ്. 1000കണക്കിന് ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോക്കകത്ത് നമ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ നമ്പർ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് വിളിച്ച് 70 34 53 35 42 70 34 53 35 42 ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പ് നമ്പറാ. വിളിച്ചു കഴിഞ്ഞാൽ ഇത് ഗൂഗിൾ പേ നമ്പറുമാണ്. വിളിച്ച് ഇതെല്ലാം റെഡിയാക്കി വാട്സാപ്പിൽ അഡ്രസ്സ് വല്ല ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയച്ചു തരാം. ഇത് അസുഖത്തിന് ഏറ്റവും നല്ലൊരു സംഭവം. എല്ലാം എന്ന് പറഞ്ഞാൽ ഇത് ആഹാരമായിട്ട് കഴിക്കുക. നമുക്ക് അസുഖം വരാതിരിക്കാനും വന്നവർക്കും ഏറ്റവും നല്ലത്. ഞാൻ എന്താ ഇത് നമ്പർ പറയാൻ പറഞ്ഞ 2ഉം 3ഉം പാർട്ടായിട്ട് നമ്മൾ ഇടുവാണെങ്കിൽ ലെങ്ത് കൂടുന്നതനുസരിച്ച് ആൾക്കാർക്ക് നമ്പർ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്പറാണ്. ചേട്ടാ വേറെ ഉണ്ടല്ലോ, വേറെ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ അശ്വഗന്ധ അമുക്കുരം എന്ന് പറയുന്നത്. അശ്വഗന്ധ അമുക്കുരവും നമ്മുടെ പുസ്തകങ്ങളിലെല്ലാം ഇതിനകത്തൊക്കെ അശ്വഗന്ധയെ കുറിച്ചൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വെറുതെ അല്ല, ഡോക്ടർമാരുണ്ട്, നമുക്ക് കൃത്യമായിട്ടുള്ള പഠനങ്ങളുണ്ട്. ഈ ദേശമണി സാറിൻ്റെ ബുക്കാണിത്, ഡോക്ടർ ദേശമണി. ഇതിനകത്ത് നമ്മുടെ ഈ അശ്വഗന്ധയെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അമുക്കുരത്തിൻ്റെ പഠനങ്ങൾ എല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് സിങ്ങും മാളവികയും ചേർന്നുള്ള റിസർച്ചിൽ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുകയും ക്യാൻസറിനെ എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവത്തില്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ദുർബലരായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാത്ത ചെടിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ പുഷ്ടിക്കുന്ന പോലെയാണ് ദുർബലരായിട്ടുള്ള ആൾക്കാർ നമുക്ക് പുഷ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ എനർജി ഉണ്ടാകുന്നത്. ഇതിനകത്ത് നമുക്ക് ദാമ്പത്യമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും നല്ലതാണ് ഈ അശ്വഗന്ധ. അതുപോലെ തന്നെ
എനർജി കൂട്ടാൻ, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ, എല്ലിനെ ബലപ്പെടുത്താൻ, ദഹനം കറക്റ്റ് ആവാൻ, പിന്നെ ഓർമ്മശക്തി, നല്ല ഉറക്കം കിട്ടാൻ, നാഡീ നരമ്പുകളെ കറക്റ്റ് ആക്കാൻ, ടെൻഷൻ, ഓവർ ടെൻഷൻ എല്ലാം മാറും. പിന്നെ ഈ സെക്സ് പരമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും നമ്പർ 1, ഇതിനപ്പുറം ഒരു സാധനമില്ല. അതാണ് ഇത്. ആയുർവേദത്തിൽ വർഷത്തിന് മുമ്പേ, ആയിരക്കണക്കിന് വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് കിട്ടും. 7 പ്രാവശ്യം നമ്മുടെ ഏറ്റവും നല്ല അശ്വഗന്ധ, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അശ്വഗന്ധ എന്ന് പറഞ്ഞാൽ അത് മിക്സഡാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് നമ്മൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും നല്ല അശ്വഗന്ധ 7 വെറൈറ്റി ഉണ്ട്. അതിനകത്ത് ഏറ്റവും നമ്പർ 1 വെറൈറ്റി എടുത്തിട്ട് 7 പ്രാവശ്യം പാലിൽ പുഴുങ്ങും. പാലിൽ പുഴുങ്ങി നിഴൽ തുണക്കിയിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് എടുക്കുന്നത്. ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇത് 2 ബോട്ടിൽ ഒരു 15 ദിവസത്തേക്കുള്ളതാണ്. ഇതിനകത്ത് ഒരു 10 ഗ്രാം ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ ഇട്ട് 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ അശ്വഗന്ധ ഇടുക, കലക്കുക. തിളച്ച് കഴിഞ്ഞിട്ട് ഇടാവുള്ളൂ, കലക്കുക. നമ്മൾ കിടക്കാൻ നേരത്ത് വൈകിട്ട് ആഹാരമെല്ലാം കഴിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനർജിയാണ്. 41 ദിവസം വരെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഫുൾ എനർജിയാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഞാൻ നമ്പർ എന്ന് പറയാം: 70 34 53 35 42. ഈ നമ്പറിലേക്ക്, ഇത് വാട്സാപ്പ് നമ്പറാണ്, ഈ നമ്പർ ഗൂഗിൾ പേ നമ്പരോ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് അയച്ചു തരും. പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്, പറഞ്ഞുതരാം കൃത്യമായിട്ട്. അപ്പോൾ അടുത്തൊരു ഐറ്റം കൂടെ കാണിക്കും. ഇതിപ്പം എല്ലാത്തിനും നമുക്ക് കൃത്യമായിട്ടുള്ള ഡോക്ടറെ നിർദ്ദേശമുണ്ട്, അതുമല്ലാതുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് നമ്മുടെ ഹെയർ ഓയിലാണ്. ഹെയർ ഓയിൽ മുടി കൊഴിച്ചിൽ, താരന്, അകാലനര, ഉറക്കക്കുറവ്, ടെൻഷൻ, 13 വർഷം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഇതൊക്കെ. ഇതിനകത്ത് 27 കൂട്ട് മെഡിസിനാണ്. ചുവന്ന കറ്റാർവാഴയാണ് ഏറ്റവും പ്രധാനമായിട്ട്. കൂടാതെ നമ്മുടെ കയ്യിൽ നീലേമരി, തൊട്ടാവാടി തൊട്ട് എല്ലാ, റോസ്മേരി തൊട്ട് എല്ലാ സാധനവും ഉണ്ട്. കൃത്യമായിട്ട് വെളിച്ചെണ്ണ തന്നെ ചെയ്യുന്നത്. 100% വെളിച്ചെണ്ണ തന്നെ നമ്മൾ തന്നെ തേങ്ങ ഉണക്കി എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് ശകലം എടുത്ത് കയ്യിൽ തേച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കുളിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇതും അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ 70 34 53 35 42 എന്നുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് അയച്ചു തരും. അതിന്റെ വിലയും കൂടെ ഒന്ന് പറയുമോ? ഇതിന് നമ്മളിപ്പം കൊടുത്തോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വില നമ്മൾ വിളിച്ചോട്ടെ, അവർ വിളിച്ചു കഴിയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കാം. 200 ml ഉണ്ട്, 100 ml ഉണ്ട്, 200 ml 800 ഉണ്ട്, 200 ml പിന്നെ 850. ഇപ്പൊ കൊറിയർ ചാർജ് അടക്കമുള്ള റേറ്റ് ഉണ്ട്. അല്ല, നമുക്കാണെങ്കിൽ ഏറ്റവും ചെറിയതിന്റെ, കാരണം സാധാരണക്കാരനെ അത് വാങ്ങിക്കാൻ പറ്റുമോ? ഇത് 400 രൂപ വരും. 400 രൂപ വരും. അപ്പൊ മൊത്തമുള്ള കാര്യം എല്ലാം കൂടെ ഉൾപ്പെടെയാണ് 400 രൂപ വരും. പിന്നെ അടുത്തത് നമ്മുടെ പിന്നെ മൈഗ്രീൻ എണ്ണ. ഈ മൈഗ്രീൻ എണ്ണയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ തലവേദന എന്ന് പറയുന്നത്, മറ്റേ ഈ മൈഗ്രീൻ പോലുള്ള തലവേദന ഭയങ്കര പ്രശ്നമായിട്ടുള്ളതാണ്. അപ്പം അത് നമുക്ക് ഗുളിക കഴിച്ചൊക്കെ നമുക്ക് വേദന മാറുന്നതിനും അപ്പുറം നമുക്ക് ഈ ഒരു എണ്ണ വലിയ റിസൾട്ടാണ്. ഇതിനകത്ത് 27 കൂട്ട് മെഡിസിൻ ചേർത്തിട്ടുള്ളതാണ്. നമ്മുടെ വാതക്കൊടി എന്ന് പറയുന്ന ചെടിയുണ്ട്, അത് ഭയങ്കരമാണ് മൈഗ്രീന് വേണ്ടി ട്രൈബൽസ് ഉപയോഗിക്കുന്ന സാധനം. അത് ഉൾപ്പെടെയുള്ള സാധനം, അതുപോലെ നമ്മുടെ അശോകത്തെറ്റി, അങ്ങനെ തൊട്ട് എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട്. മൈഗ്രീനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മരുന്നും ചേർന്നിട്ടുള്ളതാണ്. ഇത് തലയിലോട്ട് ശകലം തേച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കുളിച്ചാൽ മതി. നല്ല വ്യത്യാസമുണ്ട്. ഇത് കുറച്ച് പേര് ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണമില്ലാത്ത ആൾക്കാരുടെ റിസൾട്ട് ഉള്ള സാധനമാണ്. ഇതും അതുപോലെ തന്നെ 70 34 53 35 42 എന്നുള്ള നമ്പറിൽ പിന്നെ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം കൃത്യമായിട്ട് അത് നിങ്ങളുടെ കയ്യിലെത്തും. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പൊടിയുണ്ട്, അത് കഫത്തിൻ്റെ ഒരു പൊടിയാണ്. തിപ്പലി, കുരുമുളക്, ചുക്ക്, കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ആടലോടം, പനകൽക്കൊണ്ടങ്ങളുള്ളതാണ്. ഇത് കയ്യിൽ തട്ടിയിട്ടിട്ട് കഴിച്ചാൽ മതി. ഈ രണ്ടും കൂടെ ആയി കഴിഞ്ഞാൽ കഫക്കെട്ട് കൂടുന്നതുകൊണ്ടാണ് ഈ തലവേദന കൂടുതലായിട്ട് വരും. ഇത് രണ്ടും മാറുകയും ചെയ്യും. പിന്നെ ഈ പൊടിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. കഫക്കെട്ട് മാറാൻ, കഫം ഫുള്ള് അലിഞ്ഞു പോകാൻ, നമ്മുടെ തൊണ്ട ക്ലിയർ ആവാൻ, മൂക്കൊലിപ്പ്, ഇതിനെല്ലാം നല്ലത്. അലർജി പോലുള്ള കാര്യത്തിനെല്ലാം നല്ലൊരു സാധനമാണ്. ഇതിനകത്ത് ചേർന്ന പനങ്കൽക്കണ്ടം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പനങ്കൽക്കണ്ടം 41 ദിവസം പ്രോസസ് ചെയ്തെടുക്കുന്ന വില എന്ന് പറഞ്ഞാൽ അവിടെ 2500 രൂപ 2600 രൂപ 1 കിലോയ്ക്ക് വിലയുണ്ട്. ഇവിടുന്ന് 300-350 കിലോമീറ്റർ ഉണ്ട് അവിടെ പോയാൽ കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇത് കിലോയ്ക്ക് നല്ല വിലയുള്ള സാധനമാണ്. ഇപ്പൊ ഏകദേശം 3000 രൂപയോളം കിലോയ്ക്ക് തന്നെ വില വരും. ഇത് മറ്റേതുമായിട്ട് ഭയങ്കര ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പനങ്കൽക്കൊണ്ടോ ഇതിനകത്ത് നൂലൊക്കെ ഉണ്ട്, നൂല് കെട്ടിയിട്ടാണ് ചെയ്യുന്നത്. നൂല് കെട്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് ഷുഗർ വരുത്തില്ലെന്നാണ്, ഷുഗറുകാർക്ക് വരെ കഴിക്കാമെന്നാണ് അവർ പറയുന്നത്. കാരണം ഇത് അവർ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ഒരു സാധനം. 6 മാസമേ ഉള്ളൂ ഇത്. 6 മാസം കഴിഞ്ഞാൽ പിന്നെ ഇല്ല. പനങ്കല്ല് ചെത്തിയിട്ട് പാനിയാക്കിയിട്ട് എടുക്കുന്ന ഒരു സാധനം, നൂല് കെട്ടിയിട്ട് 40 വാങ്ങിക്കുന്ന സാധനം കുറച്ച് വെളുത്തിട്ടിരിക്കുന്ന സാധനം. ഇത് വായിലിട്ട് അലിച്ചു കഴിഞ്ഞാൽ കളർ പോകത്തില്ല, കാരണം ഇത് അവസാനം വരെ കളറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധനമാണിത്. അടുത്തത് നമ്മുടെ എല്ലുടി എന്ന് പറഞ്ഞൊരു എണ്ണയാണ്. ഇത് ട്രൈബൽസ് ചെയ്യുന്ന ഒരു എണ്ണയാണ്. ഇതിന്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മുട്ടുവേദന, പെടലി വേദന, നടുവേദന, കൈകാൽ കഴപ്പ്, പെരുപ്പ് എല്ലാത്തിനും നല്ലതാണ്. ഇപ്പം അമ്മമാരൊക്കെ ആണെങ്കിൽ നല്ല ഉറക്കം വരാതെ വേദന കൊണ്ട് ഒത്തിരിയൊക്കെ കുഴപ്പമുള്ളവർക്കൊക്കെ ഇത് സൂപ്പറാണ്. തേച്ചിട്ട് അടിപൊളിയായിട്ട് അങ്ങ് കിടന്നുറങ്ങിയാൽ മതി. 3 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുള്ളൂ. അല്ലെങ്കിൽ വൈകുന്നേരം തേച്ചിട്ട് പിറ്റേന്ന് കഴുകിക്കളഞ്ഞാൽ മതി. അങ്ങനെ ഒരു സാധനമാണ് എല്ലുടി. ഇനി അടുത്തൊരു സാധനം കാണിക്കാം. ഒരു ചങ്ങലമ്പരണ്ട എണ്ണ എന്ന് പറയുന്നത്, ചങ്ങലമ്പരണ്ട മാത്രമല്ല, ഇത് 47 കൂട്ട് മെഡിസിനാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചങ്ങലമ്പരണ്ടയിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞരമ്പോടലുണ്ട്. അങ്ങനെ
നമുക്ക് വേദനയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും ഉപയോഗിക്കും. ഇത് വെച്ച് കെട്ടാൻ, ഞരമ്പോടെന്ന് പറഞ്ഞാൽ ഇലയാ. അപ്പൊ അതിന് ഇത് വെച്ച് കെട്ടാൻ ഉപയോഗിക്കും. മുട്ടുവേദനയൊക്കെ ആണെങ്കിൽ പഞ്ഞി എടുത്തിട്ട് അവിടോട്ട് വെച്ചിട്ട് നല്ല വൃത്തിക്ക് ഒന്ന് കെട്ടി വെച്ചിട്ട് പിറ്റേന്ന് അഴിച്ചു കളഞ്ഞാൽ മതി. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു റിസൾട്ട് ഉള്ള സാധനമാണ് ഈ ഒരു ചങ്ങനം പുരട്ട എണ്ണ എന്ന് പറയുന്നത്. ഈ താളിയോലയും ഈ ബുക്കുകളിൽ നിന്നും ഒക്കെ ഗ്രന്ഥത്തിലൂടെയാണ് ഇതെല്ലാം കുറെ കാര്യങ്ങൾ അങ്ങനെ എടുത്തിട്ട് 140 ഗ്രന്ഥക്കെട്ടുകളുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ വരാത്ത വൈദ്യന്മാർ വളരെ ചുരുക്കമാണ്. പിന്നെ ആയുർവേദ ഡോക്ടർമാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അവരോടൊക്കെ നല്ല പഠനങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും ഇപ്പൊ ഞാനൊരു വെറുതെ ഒരു ചെടിയെ കുറിച്ച് കാണിച്ചാൽ പുസ്തകങ്ങൾ ഒരു 10,000-1500 പുസ്തകങ്ങളുണ്ട് ഇവിടെ. അതിനകത്തൊരു 750-800 പുസ്തകങ്ങളെല്ലാം ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട. അത് 1922 1908 തൊട്ട് ഇങ്ങോട്ടുള്ള പുസ്തകങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പൊ ഏറ്റവും പുതിയ പുസ്തകമായിട്ടുള്ളതാണ് ഞാൻ ഈ ദേശമണി സാറിന്റെ പുസ്തകം കാണിച്ചത്. കൂടാതെ നല്ല പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്. അത് നേരിട്ട് വന്ന് കാണാം. ഞാൻ വെറുതെ പറയുന്നില്ല, അവർക്കെല്ലാം ഇവിടെ ഒന്ന് കാണാം. നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ പറ്റും ഈ സംഭവങ്ങളെല്ലാം. ഇതാണ് നമ്മുടെ ഹിമാലയൻ പിങ്ക് റോസ് ആയിട്ട് നമ്മൾ മേളിൽ കണ്ട ഉപ്പ്. ഇത് യഥാർത്ഥമായിട്ടുള്ള ഉപ്പ, വ്യാജമായിട്ടൊന്നുമല്ല. ഇത് യഥാർത്ഥ ഉപ്പിനെ പൊടിച്ച് ക്രിസ്റ്റൽ പരുവത്തിലാണ് ഇതായിട്ടിരിക്കും. പഞ്ചസാര പോലെ ഇത് നമ്മുടെ ഏറ്റവും ഉപ്പ് യാതൊരു കുഴപ്പമില്ലാത്ത ഉപ്പാണ്. ഇതും അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കറുത്ത മുതിര, ഇതും അതുപോലെ ഏറ്റവും നല്ലൊരു സാധനമാണ് കറുത്ത മുതിര. കറുത്ത മുതിര ഇതും നല്ലൊരു സാധനമാണ്. പിന്നെ നമ്മുടെ ഏറ്റവും നല്ലത് ദാഹശമനി, ഏറ്റവും നിസാരമായിട്ട് പറയുന്ന ഒരു സാധനം ദാഹശമനി. ഇതൊരു ശകലം ഇട്ടാൽ മതി. 1.5 മാസത്തേക്ക് ഈ ഒരു ബോട്ടിൽ തന്നെ ഉണ്ട്. ഇത്രയും തന്നെ ഇട്ടാൽ മതി. ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ച് ഇതിനകത്ത് തെറ്റിവേരുണ്ട്, കൊരട്ടിവേരുണ്ട്, അതുപോലെ തന്നെ മറ്റേ രാമച്ചമുണ്ട്, കറുകപ്പട്ടയുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. 10ഓളം കൂട്ട് മെഡിസിനാണ് ഇത്. നല്ല കളറുമാണ്, നല്ല കുടിക്കാൻ നല്ല സുഖമാണ്. കാരണം ഒരു പരിധി വരെയുള്ള ദാഹം മാറാനും തണുപ്പ് ശരീരത്തിൽ വരാനും അങ്ങനെ മറ്റേ ഈ ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ ഒരു പരിധി വരെയൊക്കെ റെഡിയാക്കാനും പറ്റും. കൊരണ്ടിപ്പഴം എന്നൊക്കെ അറിയാലോ. അപ്പം അതിൻ്റെ വേരിനൊക്കെ നല്ല ഗുണമുള്ളതാണ്. അതുപോലെ തെറ്റിയുടെ വേര്. അപ്പം ഇതൊക്കെ വലിയ ഗുണമുള്ള സാധനങ്ങളാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിനകത്തും മരുന്നായിട്ടല്ല, ഇതൊരു ഫുഡ്, ഒരു ഹെൽത്ത് ഡ്രിങ്കിന്റെ രീതിയിൽ തന്നെ ഇത് ഉപയോഗിച്ചാൽ ഈ സംഭവങ്ങളെല്ലാം അടിപൊളിയാണ്. പിന്നെ ദന്തപ്പാല എണ്ണയുണ്ട്. ദന്തപ്പാല എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സോറിയാസ് പോലുള്ള കുറെ കാര്യത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ദന്തപ്പാല എണ്ണ. അപ്പൊ ദന്തപ്പാല എണ്ണയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ ആ ദന്തപ്പാല ഇല നമ്മൾ കാടുകൾ പോലുള്ള സ്ഥലത്ത് നിന്ന് പറിച്ച് നമ്മൾ 1 കിലോയ്ക്ക് 90 ഗ്രാം ഇല എടുത്ത് വെയിലത്ത് വെച്ച് അതിനെ ഇത് ഉരുക്ക് വെളിച്ചെണ്ണയിൽ എടുക്കുന്നത്. തേങ്ങയുടെ ഉരുക്ക് വെളിച്ചെണ്ണയിൽ എടുത്തിട്ടാണ് എടുക്കുന്നത്. എങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് ആകത്തുള്ളൂ. നമുക്ക് ഈ എലാസ്റ്റിക് വരുന്ന സ്ഥലത്തൊക്കെ ഈ ചൊറിച്ചിലുണ്ടാകുന്നതിന്, ശരീരത്തിൽ ചൊറിച്ചിലുണ്ട്, തൊക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും, താരൻ, കട്ടയായിട്ടുള്ള താരനൊക്കെ ഇത് ഭയങ്കരമായിട്ട് പോകും. അങ്ങനെയുള്ള കാര്യം. പിന്നെ നോർമൽ താരനൊക്കെ നമ്മുടെ മറ്റേ എണ്ണ കൊണ്ട് പോകും. അപ്പൊ ഈ സാധനം അങ്ങനെ കൊടുക്കുന്നതാണ്. അപ്പൊ ഇതേപോലുള്ള കുറെ ഐറ്റങ്ങൾ, ഒരു 10-15ഓളം ഐറ്റങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് തുറന്നു കാണിക്കട്ടെ. ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്. പിന്നെ മണം എന്ന് പറഞ്ഞാൽ അടിപൊളി മണമാണ്. വെള്ള കളറാണിത് ഈ കസ്തൂരി മഞ്ഞളിന്. ഉണങ്ങുമ്പോഴാണ് ഈ കളർ വരുന്നത്. വെള്ള കളറാണ് കസ്തൂരി മഞ്ഞൾ. ഇത് റോസ് വാട്ടർ, റോസാപ്പൂ വെള്ളം തിളപ്പിച്ചിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേഷ്യൽ ചെയ്യുന്നതിന്റെ ഗുണം കിട്ടും. അപ്പൊ ആ രീതിയിലൊക്കെ ഇതൊക്കെ നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. താഴെ തന്നെ നമുക്കൊരു കുറച്ച് സ്ഥലത്ത് കൃഷി ചുമ്മാ മുഖത്ത് തേച്ചിട്ട് റോസ് വാട്ടർ വെള്ളം റോസ് വാട്ടർ നമ്മൾ തന്നെ ഉണ്ടാക്കും. റോസാപ്പൂട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം ഊറ്റി എടുത്തു കഴിഞ്ഞാൽ റോസ് വാട്ടർ ആയി. അതോ നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റോസ് വാട്ടർ അത്ര കറക്റ്റ് അല്ല. നല്ല വില വരും. റോസ് വാട്ടർ ഒറിജിനൽ നല്ല വില വരും. അപ്പൊ ഈ രീതിയിൽ റോസ് വാട്ടർ എടുത്തിട്ട് നമ്മൾ മുഖത്ത്, നമുക്ക് 10 പൈസ ചെലവില്ല. ഇത് മാത്രം മേടിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് മുഖത്ത് വെച്ചാൽ മതി. നമ്മൾ ഏത് പാടും മാറും. നല്ല ക്ലിയർ ആണ്. വൈകുന്നേരം ആണല്ലോ, ഒരു 7 മണി കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വെച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി. അടിപൊളിയാണ്. ഇത് 10-13 വർഷം കൊണ്ട് ഇഷ്ടംപോലെ പിള്ളേർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒറിജിനൽ സാധനങ്ങൾ. പിന്നെ ചിയാസീഡൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ചിയാസീഡൊക്കെ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വില കുറവാണ്. നമ്മുടെ ചിയാസീഡ് നമ്മൾ നേരിട്ട് അവിടെ നിന്ന് എടുക്കുക. എല്ലാവർക്കും ചെറുതായിട്ട് വെള്ളം ഇട്ട് കുളിച്ച് കഴിക്കാൻ പറ്റും. അതുപോലെ ബാത്റൂം പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിച്ചാൽ നല്ലതാണ്. വണ്ണം കുറയ്ക്കുന്നുണ്ട്. എന്നും ഉപയോഗിക്കരുത്. ഒരാഴ്ച 2-3 ദിവസം, 1-2 ദിവസം വെള്ളത്തിലിട്ടിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കലക്കി കുടിച്ചാൽ മതി. നല്ലതാണ്. അപ്പൊ എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ ആഹാരം. പിന്നെ ചെറുതേൻ, ഒറിജിനൽ ചെറുതേൻ നമുക്കൊരു 100 പെട്ടിയോളം ഉണ്ട് ചെറുതേന്റെ. അപ്പൊ ഇവിടുത്തെ ചെറുതേന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇത് ഔഷധങ്ങൾ 1600 ഔഷധ ചെടിയുള്ള സ്ഥലമാണ് ഇവിടെ. അപ്പൊ ഈ ചെറുതേനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് ലോകത്ത് എവിടെ വേണമെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്യാം. കാരണം നമ്മുടെ ചെറുതേന്റെ പ്രത്യേകത ഇതാണ്. നമ്മൾ വൻതേനില്ല, ചെറുതേൻ മാത്രമേ ഉള്ളൂ ഇവിടെ. കുട്ടികൾക്കായാലും അല്ലാതുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ചെറുതേൻ ഒത്തിരി കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ വരും. ഓവറായിട്ട് കുടിക്കരുത്. എല്ലാ സാധനങ്ങളും അതിന്റെ ഇതനുസരിച്ച് കുടിക്കാറുള്ളൂ. ഒരു സ്പൂണിൽ കൂടുതലൊന്നും കുടിക്കരുത്. വണ്ണം കുറയാനൊക്കെ രണ്ട് രീതിയിലും ചെയ്യാം. ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും കുടിച്ചാൽ 2 രീതിയിൽ അങ്ങോട്ട് ചുറ്റും പറ്റും. വണ്ണം കുറെ വേറെ ഒന്നും വേണ്ട. വണ്ണം കുറെ ഇതൊന്നും ചെയ്യണ്ട. വണ്ണം കുറെ ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മുടെ ഹെൽത്ത് മിക്സ് മാത്രം ഉപയോഗിച്ചാൽ മതി. 2 നേരം രാവിലെ വൈകിട്ട് നമ്മുടെ ഹെൽത്ത് മിക്സ് ഉപയോഗിച്ചാൽ മതി. അടിപൊളിയായിട്ട്. പിന്നെ വെള്ളം കുടിക്കുന്നത് നമ്മൾ ഒരു 2 കവള് വെള്ളം വെച്ച് കറക്റ്റായിട്ട് ഉപയോഗിക്കുക. ഒരു 15 മിനിറ്റ് ഇടവിട്ട് വെള്ളം കുടിക്കുക. രാവിലെ വൈകിട്ടും ഓരോ കുക്കുമ്പർ
കറക്റ്റായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഓരോ ഉപ്പുമലും കഴിക്കുക. വണ്ണം നന്നായിട്ട് കുറയും. കാരണം ഇതിനകത്ത് എല്ലാ സാധനവും ഉണ്ട്. വണ്ണം കുറയാനുള്ളത് മാത്രമല്ല, നമുക്ക് ശരീരത്തിൽ വേണ്ട എല്ലാം ഉണ്ട്. ഒരു നേരം നമുക്ക് ചോറ് മറ്റു കാര്യങ്ങളെല്ലാം കഴിക്കുക, അടിപൊളിയായിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇത് നമ്മുടെ ഉപയോഗിക്കുന്ന സാധനത്തിന് ക്വാളിറ്റി ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം നന്നായിട്ട് പോകും. അതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ഇത്രയും വർഷം കൊണ്ട് പോകുന്നത്. പിന്നെ കുറച്ച് അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ജോലിയുണ്ട്. അവർ നന്നായിട്ട് ഇടിച്ചും പിടിച്ചും പൊടിച്ചും അല്ലെ കഴുകിയൊക്കെ വൃത്തിയാക്കി റെഡിയാക്കി നമ്മുടെ തനതായിട്ടുള്ള രീതി ചെയ്യുക. അപ്പൊ ആ രീതി ചെയ്യുന്നതുകൊണ്ട് ഇത് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശമുണ്ട്, ഇതിനെല്ലാം ടെസ്റ്റ് റിസൾട്ടുകളുണ്ട്, പഞ്ചായത്തിന്റെയും മറ്റു കാര്യത്തിന്റെ എല്ലാം ഇതുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കുറെ പുതിയ തലമുറകൾക്ക് ആരോഗ്യമുണ്ട്. അതെ, മുന്നോട്ട് നല്ലതായിട്ട് പോകാൻ പറ്റും. അപ്പൊ മഞ്ഞൾ തന്നെ ഞാനിപ്പോ കൃഷി ചെയ്യുന്നത് ഏകദേശം ഏക്കർ കണക്കിന്. ഇപ്പൊ താഴോട്ട് കണ്ടാൽ അറിയാം, മഞ്ഞൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തായിട്ട് നമ്മള് റെന്റിന്റെ സ്ഥലം എടുത്തിട്ട് മഞ്ഞൾ ചെയ്യുന്നുണ്ട്. കൃഷിയുണ്ട് അതിന്റെ കൂട്ടത്തിൽ, കൃഷിയുണ്ട്, ഇഞ്ചി മഞ്ഞളും എല്ലാ സാധനവും ഉണ്ട്. അത് ശരി. ഇതെല്ലാം നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പലരെ കൊണ്ട് ചെയ്യിച്ചെടുക്കുന്നുണ്ട്. ഇപ്പൊ അരി, ഇപ്പൊ രക്തശാലി അരി എന്നൊക്കെ പറയുന്ന അരി ഒത്തിരി കർഷകർക്ക് നമ്മളിത് ചെയ്യുന്നുണ്ട്. കർഷകരുടെ അരി എടുത്ത് ഞാൻ വിൽക്കുന്നുണ്ട്. അപ്പൊ അവർക്കത് ഗുണമാണ്. അവർക്കിത് കൊണ്ടു കൊടുക്കാം. ഞാൻ കൃഷി ചെയ്താൽ എവിടെ കൊടുക്കും എന്നുള്ളൊരു ധാരണയില്ല. അത് വേണ്ട. നമ്മൾ കൊടുക്കുന്ന അരിയിൽ നമ്മൾ നമ്മൾ തന്നെ വാങ്ങിച്ച് അത് കൃഷി ചെയ്ത് നമ്മൾ തന്നെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കർഷകന് ദോഷമില്ല. ആ കർഷകന് സുഖമായിട്ട് ആ കുടുംബം കഴിയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു കർഷകൻ കണ്ടിട്ട് ഇപ്പൊ ചേട്ടനെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോ നല്ല സാധനങ്ങൾ ഇപ്പൊ രക്തശാലിയുടെ കുറെ വ്യാജമായിട്ട് വരുന്നുണ്ട്. അതൊന്നും അല്ല, ഒറിജിനൽ ആയിട്ടുള്ള രക്തശാലി അരി. അല്ല, ഇവിടുന്ന് തന്നെ സാധനം വാങ്ങിച്ചോണ്ട് പോയിട്ട് ഉണ്ടാക്കി ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് അപ്പൊ ഏകദേശം 5000-10,000 കിലോ ഒക്കെയാണ് നെല്ലുകൾ നമ്മൾ പലയിടത്തും ഈ പിന്നെ കുത്തിച്ചിട്ട് കൊടുക്കുന്നത്. 10-50 കിലോ 100 കിലോ ഒക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ട്. 10 കിലോ 5 കിലോ 1 കിലോ ഒക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇത് കർഷകർക്കും ഗുണമാണ്. എത്ര കർഷകർ അതുകൊണ്ട് കഴിയുന്നുണ്ട്. ഞാനിപ്പോ എത്ര വർഷം കൊണ്ട് ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്ലാക്ക് റൈസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഞാൻ മാത്രമല്ല നന്നാവേണ്ടത്, എന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ കൂടെ കറക്റ്റ് ചെയ്യുക. അപ്പൊ അവർക്കൂടെ ഒരു ഗുണമാണ്. നമ്മളിപ്പോ ഇതൊക്കെ ചെയ്യുന്നത് നാടൻ സാധനങ്ങൾ കൃഷി ചെയ്യാം. എത്ര അമ്മമാരിപ്പോ ഇപ്പൊ നമ്മുടെ ഈ തിപ്പലി കുരുമുളക് ചുക്ക് തിപ്പലി ഒരു 15 അമ്മമാർ കൃഷി ചെയ്യുന്നുണ്ട്. ഈ അമ്മമാരുടെ ഇതെല്ലാം തിപ്പലി നമ്മൾ മേടിക്കുന്നുണ്ട്. വീടുകളിൽ കൃഷി ചെയ്യുന്ന ആ അമ്മമാർക്ക് ഇപ്പം കഴിയാനുള്ള പൈസ കിട്ടുന്നുണ്ട്. അതുപോലെ ഇഞ്ചി ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട്. നാടൻ ഇഞ്ചി ഞാൻ കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ ആ അമ്മമാർക്ക് ജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ എല്ലാ സാധനങ്ങളും എന്തൊക്കെ നമ്മുടെ പ്രോഡക്റ്റിന് ഉപയോഗിക്കുന്നത് അതൊക്കെ ഇതേപോലെ കൃഷി ചെയ്തിട്ട് വിപണി കിട്ടുന്നതിനെക്കാട്ടി വില നമ്മൾ നാടൻ ഇഞ്ചി നിങ്ങൾ നല്ല രീതിയിൽ തരുമെന്നെങ്കിൽ വിപണിയെക്കാട്ടി വില നമ്മൾ തരും. കാരണം നാടൻ ഇഞ്ചി ആയിരിക്കണം അത് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് നമ്മൾ പറഞ്ഞ് ചെയ്യിക്കുക. നമ്മൾ അതുപോലെ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഇങ്ങനെ നല്ലതായിട്ട് പോകുന്നത്. നല്ല സാധനങ്ങൾ കൊടുക്കാനും പറ്റും. അത് നമ്മളിപ്പോ എടുക്കാനും തയ്യാറാ. ഇവിടെ ഒത്തിരി പേര് കൊണ്ടുതരുന്നുണ്ട് നല്ല ഇഞ്ചിയൊക്കെ. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരും അല്ലാതുള്ള ആൾക്കാരും പല സ്ഥലത്തും കൃഷി ചെയ്ത് നമുക്ക് കൊണ്ടുതരും. ഇപ്പൊ ചെറിയ സ്ഥലമേ ഉള്ളൂ സാറേ അവിടെ ചെയ്യണം. ഞാൻ പറയും നിങ്ങൾ ചെയ്തു 10 കിലോ ഇഞ്ചിയായിട്ട് നിങ്ങൾ കൊണ്ടുത്താ. നല്ല ഇഞ്ചി ആയിരിക്കണം, നാടൻ ഇഞ്ചി ആയിരിക്കണം. അപ്പൊ നമ്മൾ മേടിക്കും. അത് മേടിച്ചിട്ട് ഇതേപോലുള്ള ഓരോ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കും. എന്തായാലും ഇതൊരു വലിയ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിൽ ഭയങ്കര ഉപകാരപ്പെട്ട കുറേ കാര്യങ്ങളാണ് എന്ന് എനിക്കെന്തോ നല്ല കേൾക്കാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും തോന്നും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും സംഭവങ്ങളൊക്കെ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, നെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ല് സാധാ ഒരു നെല്ല് ഇതുണ്ടെന്ന് എൻ്റെ അറിവിൽ അതേ ഉള്ളായിരുന്നു. അങ്ങനെ ഒരു ഇതല്ലായിരുന്നു. അത് മാത്രമല്ല ഇപ്പൊ തന്നെ ഈ വെച്ചേക്കുന്ന സംഭവം ഞാൻ വിചാരിച്ചത് ഭയങ്കര ഗുണമുള്ള സാധനങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് മെയിനായിട്ട് ഞാൻ പറയുന്നത് ഒരു വർഷം കൊണ്ടല്ല, ഞാനിപ്പോൾ ഒരു 10-13-14 വർഷം കൊണ്ട് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ നമ്മളിത് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് നമുക്ക് ആ സമയത്താണ് നമ്മൾ ഈ പ്രോഡക്റ്റുകൾ നമ്മുടെ ഈ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞ ഹോം മെയ്ഡ് ഉള്ള രീതിയിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഇപ്പോഴതിൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് ജോലി ആവട്ടെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇപ്പം ഏകദേശം ഇത്രയും പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കർഷകർക്ക് ഗുണമുണ്ട്. കൃഷി നമുക്ക് കൊണ്ടുതരുന്നവർക്ക്, അത് കഴുകി റെഡിയാക്കി ഉണക്കി തരുന്നവർക്ക്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടിച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്നവർക്ക്. അപ്പോൾ ഇത് ഒത്തിരി പേർക്ക് ഗുണമുണ്ട്. അപ്പോൾ കേരളത്തിൽ ജോലി ഇല്ലെന്ന് പറയുന്നത് വെറുതെയാണ്. ജോലി ഉണ്ടാക്കാനായിട്ട് ഇഷ്ടംപോലെ സാഹചര്യങ്ങളുണ്ട്. നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അതിൻ്റെ ഒരു സാധ്യത ഒത്തിരി ഉണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു അഭിപ്രായവും നല്ലൊരു ഉപദേശവും കൂടാതെ ഒത്തിരി ആരോഗ്യമുണ്ടാകുന്ന കാര്യങ്ങളും പിന്നെ ചരിത്രങ്ങളും പുറമോട്ട് പോയുള്ള ഒത്തിരി കാഴ്ചകൾ ഞങ്ങൾക്കായിട്ട് സമ്മാനിച്ച സന്തോഷമായിട്ട് നന്ദി പറയുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, ഞങ്ങൾ വീണ്ടും വരുമെന്ന് പറയുന്നത്. കാരണം അപ്പൊ അത് വിശദമായിട്ട് ഞങ്ങൾ ഒരു ദിവസം വന്ന് സെറ്റ്. കാരണം ഞങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതാണ് ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ ഒരു കടൽ പോലുള്ള സാധനങ്ങളായിരുന്നു. വലിയ കാര്യം കൂടെ പറയാം. ഇപ്പം നമ്മുടെ ഈ കമന്റിൽ നമ്മളിപ്പോ എന്ത് വീഡിയോ ചെയ്താലും കമന്റിൽ ആൾക്കാരിടും പല സാധനങ്ങളും. ഈ കമന്റ് ഇടുന്നവര് ഒരു പ്രാവശ്യമെങ്കിലും ശിലാ മ്യൂസിയം വന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് നടക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടം വരെ വന്നിട്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടിട്ട് ഞാൻ തന്നെ ഒരു അത്ഭുതപ്പെട്ടു. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, വീടാണ്, വേറെ ഒന്നും അല്ല. ഇതുണ്ടോ, ഇതിപ്പോ അങ്ങോട്ട് നോക്കിയാൽ ഇത് ഹാളാണ്, ഞങ്ങൾ താമസിക്കുന്ന വീട്. ഞങ്ങൾ കഴിക്കുന്ന ഡൈനിങ് ടേബിൾ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ബെഡ്റൂം, അടുക്കള. ഈ സ്ഥലത്തെല്ലാം സാധനങ്ങളാണ്. ബെഡ്റൂമും അടുക്കള ഒഴിച്ച് ബാക്കി മൊത്തം സ്ഥലവും മുകളിലും എല്ലാം മ്യൂസിയമാണ്.
അപ്പൊ ഇവിടെ വന്ന് കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം, ഈ കമന്റ് ഇടുന്നവര് ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ മ്യൂസിയം ഒന്ന് കാണുക, ഒന്ന് മനസ്സിലാക്കുക. വന്ന് കമന്റ് ചെയ്തിട്ട് ചുമ്മാ അവിടെ ഇരുന്ന് അതൊക്കെ കുറെ ആൾക്കാരുണ്ട് അങ്ങനെ ചുമ്മാ ചൊറിയാൻ വേണ്ടി മാത്രം കമന്റ് ഇടുന്ന ആൾക്കാർ. അതൊക്കെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് അല്ല, ഞാൻ പറയുന്നറിയോ, നമ്മളെ പോലുള്ള ഇങ്ങനെ ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട്. അല്ല, അമ്മയെ തല്ലിയാലും രണ്ടു വർഷമുള്ള നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഒന്നും കാണത്തില്ല, ഒന്നും കേൾക്കില്ല, അവര് വന്ന് ചുമ്മാ കമന്റ് ഇടുക. പക്ഷെ യഥാർത്ഥമായിട്ട് എന്താ പറയുന്നത്, നല്ല ഉള്ള ടീമുകളൊന്നും ചെയ്യില്ല. നമുക്ക് നെഗറ്റീവ് അങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ പുതിയ തലമുറ ഇതിലേക്ക് ഇറങ്ങത്തില്ല. എന്തിനാണ് നെഗറ്റീവ് അടിക്കാൻ വേണ്ടി നമ്മൾ ഈ ചെടി നട്ടു വളർത്തി ഇതൊക്കെ നോക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ ഇതുപോലെ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പൊ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്താൽ സമയത്ത് നെഗറ്റീവ് അടിക്കുന്നവർ ഒരു വട്ടമെങ്കിലും ഇവിടെ വന്ന് കണ്ടതിന് ശേഷം മാത്രമേ നെഗറ്റീവ് അടിക്കാമെന്ന് ഞാൻ കൈ തൊഴുത് പറയുകയാണ് ഇതിനൊപ്പം കേട്ടോ. അല്ല, അതിനല്ല, അവർക്ക് പറയാം, അവർക്ക് പറയാമല്ലോ. പക്ഷെ അല്ല, പറയാം, ഒന്ന് കണ്ടിട്ട് പറഞ്ഞോട്ടെ, കണ്ടിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ എനിക്കെതിരെ ഒരു ഫോട്ടോ വന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന ആ രണ്ടായിട്ട് ഇങ്ങനെ എക്സ് പോലെ ഒരു ഇതാക്കിക്കൊണ്ട് ഒരു പടം വന്നു. അപ്പം ഇവൻ ഉടായിപ്പെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്താ ഉടായിപ്പ് എന്നുള്ളത് എനിക്കറിയത്തില്ല, ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അല്ല, എല്ലാവർക്കും ചെയ്യാമല്ലോ. അപ്പൊ നമ്മൾ ഇതുവരെ അതിനെ പ്രതികരിക്കാൻ പോയിട്ടില്ല. അത് അവരുടേതായിട്ടുള്ള ഒരു കൾച്ചർ, അവരങ്ങനെ പറഞ്ഞു. അപ്പൊ അതിനകത്ത് വേറെ കാര്യമില്ല, അവരങ്ങനെ പോട്ടെ, നമ്മൾ അതിനകത്ത് പ്രതികരിക്കാനേ പോയിട്ടില്ല. ഇഷ്ടം പോലെ ഫോട്ടോസ് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ഇഷ്ടം പോലെ നമുക്ക് തന്നെ അയച്ചു തന്നു. പക്ഷെ അതിലൊന്നും നമ്മൾ പ്രതികരിക്കാൻ പോയില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ സന്തോഷേട്ടാ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ വന്ന് കണ്ടിട്ട് എനിക്ക് ഒത്തിരി ഇതായിട്ട് തോന്നി. കാരണം ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഇങ്ങോട്ട് വന്ന്. ഒരു വട്ടം വന്ന് കണ്ടിട്ട് കമന്റും അഭിപ്രായം പറയുന്നതാണ്. 4 ബുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. 4 ബുക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരായിട്ടുള്ളവരും ഏറ്റവും പാവപ്പെട്ടായിട്ടുള്ള ആൾക്കാരും കുട്ടികൾ തൊട്ട് എഴുതിയേക്കുന്ന ബുക്കുകളാണ്. ഇവിടെ വന്നിട്ട് അവരുടെ ഫോൺ നമ്പർ, അഡ്രസ് എല്ലാം എഴുതിയിട്ടുണ്ട്. അത് എത്ര വർഷം കൊണ്ടുള്ളതെന്ന് പറയും, 10, 11, 12 വർഷം കൊണ്ട്, 13 വർഷത്തിൽ കൂടുതൽ, 13.5 വർഷമായി. ഒരു 10, 12, 13 വർഷം വരെയുള്ള ബുക്കുകൾ, 4 ബുക്ക് ഫുൾ ഇതാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് മ്യൂസിയത്തിന് ഡയറക്ടർ വരെ ഇവിടെ വന്നിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മറ്റേ ചെടികളുടെ, അതിപ്പം സയന്റിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ, വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഒരു 10ഓളം രാജ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവരെല്ലാം സൈന്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവർ ഈ വരുന്നവരെല്ലാം ഈ ബുക്ക് കാണിക്കാം. അപ്പോൾ എത്ര പേർക്ക് പ്രയോജനപ്പെട്ടു? 60ഓളം ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, സർക്കാർ ജോലി. കാരണം ഇവിടെ നിന്ന് PSCയിലെ പല കാര്യങ്ങൾ എഴുതിയിട്ട് പോയിട്ട്. പിന്നെ ഡോക്ടറേറ്റ് നേടിയ ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, കുട്ടികളൊക്കെ ഈ റിസർച്ച് ചെയ്യാൻ വരുമ്പം എല്ലാം വേണം. അവർക്കൊക്കെ ഇവിടെ വന്ന് പത്രത്തിന് വേണ്ടിയുള്ള റിസർച്ചിങ്ങാണ്, ചെടികൾക്ക് വേണ്ടിയുള്ള റിസർച്ച്, നെല്ലിന് വേണ്ടി, അടുത്ത സമയത്ത് നെല്ലിന് വേണ്ടിയുള്ള റിസർച്ച്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മില്ലറ്റുകൾക്ക് വേണ്ടിയുള്ള റിസർച്ചിന് എനിക്ക് തോന്നുന്നു 100 കണക്കിന് ആൾക്കാർ വന്നു. അപ്പം മില്ലറ്റിൻ്റെ എല്ലാ വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാനും പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ നല്ലതായിരിക്കും. കാരണം ഞാനിപ്പോൾ ചെയ്ത് നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞു, പക്ഷേ പുതിയ തലമുറ ഇതിലേക്ക് വരത്തില്ല. കാരണം നെഗറ്റീവ് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി അവരെല്ലാം ഇത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ പഴമ ഇങ്ങനെയുള്ള കാര്യത്തിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒന്നുമില്ലാതായി പോകും. കേരളത്തിൽ ഇനി നമ്മൾ മരുഭൂമിയിലേക്ക് പോകും. നമുക്കൊരു ചെടി പോലും ഇല്ലാതെ, ഇതിനെ സംരക്ഷിക്കാൻ ആരും ഇല്ലാതെ ഇത് മരുഭൂമിയിലേക്ക് പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചെയ്യുന്ന ചെടികളെയും മരങ്ങളെയും പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാരെ മാക്സിമം കമന്റിൽ മോശപ്പെടുത്താതെ, എന്നെ മാത്രമല്ല ഈ പറഞ്ഞ ആയുർവേദമായിട്ട് ഇതും ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ഒന്ന് പഠിക്കുക, അവരെ പഠിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും അവരെ വന്ന് കണ്ടിട്ട് ചെയ്യുവാണെങ്കിൽ അതിനൊരു മര്യാദയുണ്ട്. എന്തായാലും നമുക്ക് ഒരു നല്ല വീഡിയോയും കാര്യങ്ങളും ഇട്ട് വീഡിയോയും കാഴ്ചകളും ഒക്കെ തന്ന സന്തോഷമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്നുണ്ട്, മറ്റേ സസ്യങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ആയിട്ട്. ഞങ്ങൾ ഇന്ന് അതിന്റെ ഒരു സെറ്റപ്പ് ആയിക്കോട്ടെ നോക്കാം. അപ്പൊ അതിന്റെ ഒരു സെറ്റപ്പ് ഞങ്ങൾ വരാം. അപ്പം ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ഇത്ര ഒറ്റ ഒരു 5-6 എണ്ണത്തിനൊക്കെ ഉള്ള സെറ്റായിട്ടുണ്ട്. അപ്പൊ ഇനി വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ. ഓക്കെ.